വയനാടാണ് ഉള്ളത്. വയനാടെന്ന് പറഞ്ഞാൽ പണ്ട് വയലുകളുടെ നാടായിരുന്നു. വയലുകളുടെ നാടായത് പിന്നീട് വയനാടായി മാറി. വയലെന്ന് പറയുമ്പോൾ നമുക്കറിയാം, അവിടെ ഏറ്റവും അധികം ഒരു കാലത്ത് കൃഷി ചെയ്തുകൊണ്ടിരുന്നത് നെല്ല് തന്നെയാണ്. ഒരുപാടിനം നെല്ലുകൾ. ഇന്നത്തെ തലമുറയ്ക്ക് ഒരുപക്ഷെ ആ നെല്ലുകളെക്കുറിച്ചൊന്നും അറിയണമെന്നില്ല. എന്നാൽ ഈ നെല്ലുകളുടെ ജനിതക രഹസ്യം നെഞ്ചേറ്റുന്ന ഒരാളുണ്ട് വയനാട്ടിൽ. മറ്റാരുമല്ല, പത്മശ്രീ ചെറുവയൽ രാമൻ എന്ന രാമേട്ടൻ. നെല്ലച്ചൻ, വിത്തച്ചൻ എന്നൊക്കെ നാട്ടുകാരും എല്ലാവരും സ്നേഹത്തോടെ അദ്ദേഹത്തെ വിളിക്കും. 50ലധികം നെല്ലുകളുടെ ആ രഹസ്യം, അല്ലെങ്കിൽ 50 ഇനം നെല്ലുകളുടെ ജനിതക രഹസ്യം മറ്റൊരു തലമുറയ്ക്കായി, അടുത്ത തലമുറയ്ക്കായി അദ്ദേഹം സൂക്ഷിക്കുകയാണ്. ഇവിടെ വരുന്നവർക്കൊക്കെ നെല്ലുകളെക്കുറിച്ച് എല്ലാം അറിയാം അദ്ദേഹത്തോട് ചോദിച്ചാൽ. നമുക്ക് ഈ ഓണക്കാലം അദ്ദേഹത്തിൻ്റെ കൂടെ അല്പസമയം ചെലവഴിക്കാം. നമുക്ക് അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് തന്നെ പോകാം. പത്മശ്രീയൊക്കെ നേടിയിട്ടുണ്ടെങ്കിലും, ഒരുപാട് അംഗീകാരം കിട്ടിയിട്ടുണ്ടെങ്കിലും, അദ്ദേഹം മുൻപ് എങ്ങനെയായിരുന്നോ ഈ വീട് ഉണ്ടായിരുന്നത് അതുപോലെ തന്നെ സൂക്ഷിച്ചിരിക്കുകയാണ്. വൈക്കോല് മേഞ്ഞ് ഇപ്പോൾ അതിന് മുകളിൽ ഷീറ്റ് ഇട്ടിട്ടുണ്ട് തോന്നുന്നുണ്ട്. അതെ, ഷീറ്റ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഒരു പഴയ ശൈലിയിൽ ആ ഇന്നലകളെ നാളെയിലേക്ക് കൈമാറാൻ വേണ്ടി ഇന്നും അതുപോലെ സൂക്ഷിക്കുന്ന ഒരു വ്യക്തിയാണ് ചെറുവയൽ രാമേട്ടൻ. എന്താണെങ്കിലും രാമേട്ടനെ നമുക്ക് നേരിൽ കണ്ട് ബാക്കി കാര്യങ്ങളൊക്കെ സംസാരിക്കാം. നമസ്കാരം. നമസ്കാരമുണ്ട്. രാമേട്ടനെ കാണാനായിട്ട് തവണ ഇറങ്ങിയതാ. ആണോ? മലപ്പുറത്തുനിന്നാണ് വരുന്നത്. മലപ്പുറത്തായിരുന്നാ? ഓണക്കാലൊക്കെ അല്ലേ? ഓണം എന്ന് വെച്ചാൽ കാർഷിക ആഘോഷമാണല്ലോ. ഓണവിശേഷം അറിയാൻ വേണ്ടി അത് പറയാൻ നന്നായി, കുഴപ്പമില്ല. എല്ലാവർക്കും ഈ നെല്ലിനെ കുറിച്ചും അല്ലെങ്കിൽ കാർഷിക വൃത്തിയെ കുറിച്ചൊന്നും ഇപ്പോൾ അധികം അറിയുണ്ടാവില്ല. അല്ല, ഉണ്ടാവില്ല. അതിൻ്റെ കഥ പറഞ്ഞിട്ട് വേണമല്ലോ. അതെ 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 അതെ. ആയിക്കോട്ടെ, സന്തോഷം. കുറച്ചു നേരം നമുക്ക് ആയിക്കോട്ടെ. രാമേട്ട, സത്യത്തിൽ രാമേട്ടൻ്റെ ജീവിതം ഈ ഒരു നെല്ലിനും കൃഷിക്കും വിത്തുകൾക്കും വേണ്ടി മാത്രം മാറ്റിവെച്ച ഒന്നാണെന്നാണ് ഞാൻ വായിച്ചറിഞ്ഞിട്ടുള്ളത്. കുട്ടിക്കാലം മുതലേ കൃഷിയോട് മാത്രമാണ്. അമ്മാവനാണ് കൃഷിയിലേക്ക് കൊണ്ടുവന്നത് അല്ലേ? ശരിക്ക് അമ്മാവൻ പറഞ്ഞത് കേട്ടില്ലെങ്കിൽ ഇന്നിപ്പോൾ ആരോഗ്യവകുപ്പിൽ നിന്ന് റിട്ടയർ ആയിട്ടിരിക്കേണ്ട. എന്താ അതിൻ്റെ ഒരു കഥ? എൻ്റെ ഒരു നല്ല കഥ എന്ന് പറഞ്ഞാൽ, ഞാൻ 5ാം ക്ലാസ് വരെ വിദ്യാഭ്യാസമുള്ളൂ. അമ്മാവൻ്റെ കൂടെയാണ്. അപ്പോൾ ഇവിടെ ഇപ്പോൾ 22 ഏക്കർ നെൽപ്പാടവും 18 ഏക്കർ കരഭൂമിയും ഏകദേശം ഒരു 70-80ഓളം കന്നുകാലികളുമുണ്ട് അന്നത്തെ കാലത്ത്. അതായത് പൂട്ടുകാള, പൂട്ടുകാള, പോത്ത്, എരുമ, പശു, ഇതൊക്കെ എല്ലാം ഉണ്ടാവും. അപ്പോൾ ഇത് നോക്കുന്ന ആളും ഞാനാ. പിന്നെ പാടത്തും പറമ്പും പിന്നെ സ്ഥലവും കാര്യങ്ങളും ഒക്കെ എഴുതാനും വായിക്കാനും അത്യാവശ്യം അറിയുന്നതുകൊണ്ട് അമ്മാവൻ ഇതൊക്കെ നോക്കാൻ വേണ്ടി എന്നോട് പറഞ്ഞിട്ടുമുണ്ട്. അങ്ങനെയാണ്. അപ്പം ഈ 68 എൻ്റെ ഒരു കൂട്ടുകാരൻ നമുക്ക് എംപ്ലോയ്മെൻറ്റ് പരീക്ഷിക്കണത്. അപ്പോൾ എനിക്കിതിനെ പറ്റിയൊന്നും അറിയില്ലല്ലോ. അദ്ദേഹമാണ് എന്നെ കണ്ണൂർ കൊണ്ടുപോയിട്ട് എംപ്ലോയ്മെൻറ്റ് പരീക്ഷിച്ചത്. അങ്ങനെ പേരൊക്കെ രക്ഷിച്ച് ഞാനിങ്ങ് പോന്നു. ഞങ്ങൾ 2 പേരും പോന്നു. 69-ലാണ് 68 പേര് രക്ഷിച്ചിരുന്നു. 69 നമുക്ക് പിന്നെ DM ഓഫീസിൽ ജോലിക്ക് പോകണം എന്ന് പറഞ്ഞിട്ട് കത്ത് വന്നു. അപ്പം ഇത് കത്ത് കിട്ടിയപ്പോൾ ഞാൻ അമ്മാവനോട് പറഞ്ഞു. അമ്മാവൻ ഞാൻ പറഞ്ഞത് നല്ലതുകൊണ്ട് അമ്മാവൻ ചെവിക്കൊള്ളുന്നില്ല, മൈൻഡിയില്ല. ഒരു മൈൻഡിയില്ല. അങ്ങനെ 1, 2, 3 കഴിഞ്ഞു. അവസാന ഘട്ടത്തിൽ മറ്റന്നാൾ പോകണം. അതിൻ്റെ ഇടയ്ക്ക് എനിക്കും ബേജാറുണ്ട്. കാരണം പോയാൽ എനിക്ക് പരിചയമില്ലല്ലോ. കണ്ണൂരിൽ നിന്ന് കേട്ടല്ലേ ഉള്ളൂ. എവിടെയാ സ്ഥലം എന്താണെന്ന് പോയത് മാത്രമാണ്, അത്രേ ഉള്ളൂ. പരിചയമില്ല. പിന്നെ രണ്ടാമത് എൻ്റെ അടുത്ത് തിന്നാനുള്ള കാശില്ല, ഷർട്ടും ഉണ്ടില്ല, ഒന്നുമില്ല എൻ്റെ അടുത്ത്. അപ്പൊ അതിന് ഭാഗ്യത്തിന് അച്ഛൻ്റെ അനിയൻ പറഞ്ഞു, അത്യാവശ്യം പൈസ ഞാൻ തരാം, ശമ്പളം കിട്ടും തന്നാൽ മതി, പിന്നെ ഷർട്ടും മുണ്ടും മേടിക്കേണ്ട കാശും തരാം. അപ്പൊ ചെറിയ ആശ്വാസമായി. പിന്നെ ഒരു കാര്യമുണ്ട്,
അമ്മാവനോട് ചോദിച്ച് സമ്മതം മേടിക്കാൻ പോകേണ്ട കഴിവ് നിന്റെതാ. ഞാൻ ഇത് ഇടപെടില്ല, അത് നിങ്ങളെ കാര്യം. അത് ഞാൻ ഇടപെടില്ല എന്ന് പറഞ്ഞു. ആയിക്കോട്ടെ പറഞ്ഞു. അപ്പം അങ്ങനെയാണ് ഞാൻ പിന്നെ മൂപ്പരോടൊക്കെ എല്ലാം ഏർപ്പാടാക്കി അവിടെ വെച്ചു. പക്ഷെ അമ്മാവന്റെ സമ്മതം കിട്ടുന്നില്ലാലോ, നമ്മൾ പറഞ്ഞു കേൾക്കണില്ല. അപ്പം അങ്ങനെയാണ് അവസാന ഘട്ടത്തിലാണ് മറ്റന്നാൾ പോകണം എന്ന് പറയുമ്പോഴാണ് അമ്മാവൻ ബാ തുറക്കുന്നത്. അപ്പോഴാണ് അമ്മാവൻ പറഞ്ഞത്, നീ എത്ര വരെ പഠിച്ചു? 5. ഇത് നോക്കേണ്ട കടം അവകാശം ആരാ? നീയല്ലേ? അതെ, ഞാൻ. എത്ര കന്നുകാലിയുണ്ട്? 70, 80 എണ്ണം ഉണ്ട്. ഭൂമിയിൽ വയലെത്രണ്ട്? 22, കരയെത്രണ്ട്? 18. ഇത് മുഴുവനും അത്യാവശ്യം എഴുതാനും വായിക്കാനും കണക്കറിഞ്ഞല്ലേ? അതെ. ഇവിടെ ആൺകുട്ടികൾ വേറെ ഉണ്ടോ? ഇല്ല. അപ്പോൾ ഇതാരാ നോക്കുക? നീയല്ലേ? അതെ. അപ്പോൾ ഇതൊക്കെ നോക്കേണ്ട നീ ഈ 150 രൂപയ്ക്ക് കണ്ണൂർ പോയിരുന്നാൽ ഇതാരാ നോക്കുക? അതുകൊണ്ടൊരു കാര്യം ചെയ്യും, പോകുന്നതിന് എനിക്ക് വിരോധമില്ല, പക്ഷെ ഇങ്ങോട്ട് തിരിച്ചു വരണ്ടേ. അപ്പം പിന്നെ അതിൻ്റെ അവകാശം പറഞ്ഞ് ഇങ്ങോട്ട് തിരിച്ചു വരണ്ട എന്ന് പറഞ്ഞു. അത് പറഞ്ഞാൽ പിന്നെ ഞാനങ്ങ് മടുത്തു. പിന്നെ ഞാൻ പോകുന്നില്ലാന്ന് വെച്ചു. അങ്ങനെയാണ് ആ ജോലി രാജിവെച്ച്. പിന്നെ അപ്പോൾ എനിക്ക് 18-19 വയസ്സാവുന്നേ ഉള്ളൂ. വിഷമമായോ എന്ന് ചോദിച്ചാൽ അന്നത്തെ കാലത്ത് ഇങ്ങനൊരു ജോലി എല്ലാവരും പറയല്ലേ, ഓ നിന്റെ ഭാഗ്യം എന്ന് പറയുന്നുണ്ടല്ലോ, ഓ നിനക്ക് ഭയങ്കര ഭാഗ്യമായിട്ടോ, നിനക്ക് ഇപ്പോഴത്തെ ജോലി കിട്ടുന്നില്ലേ, ആർക്കും കിട്ടാത്തൊരു സംഭവമല്ല അത് എന്നൊക്കെ പറയുമ്പോൾ നമുക്കൊരു സങ്കടം ഉണ്ടാവുമല്ലോ ആ ഒരു പ്രായത്തിൽ പ്രത്യേകിച്ചു. പിന്നെ പ്രായം പ്രത്യേകിച്ചു. അങ്ങനെ പിന്നെ ഞാൻ ആ ജോലി ഞാൻ കളഞ്ഞു. പിന്നെ അമ്മാവിൻ്റെ കൂടെ സ്ഥിരം. പിന്നെ ഇവിടെ വയൽ കാര്യങ്ങളൊക്കെ ആയി. അങ്ങനെയാണ് ഞാൻ പിന്നെ കൃഷിപ്പാടത്തിലേക്ക് വന്നു. അതിന്റെ മുന്നേ ഉണ്ട്, അപ്പോഴേ കൃഷിയൊക്കെ പഠിച്ചു കഴിഞ്ഞു. 18 വയസ്സിലായില്ലേ, അപ്പൊ കൃഷിയൊക്കെ പഠിച്ചു കഴിഞ്ഞു. കാളപൂട്ട്, പിന്നെ കന്നുപൂട്ട്, കൃഷി പണിഞ്ഞാറ് പറയും, നാട്ടി എല്ലാ ജോലിയൊക്കെ പഠിച്ചു. പിന്നീട് അവിടെ നിന്ന് ഇങ്ങോട്ട് പിന്നെ കൃഷിയിലേക്ക് തന്നെ ആയി. പിന്നെ അപ്പോഴേക്കും അമ്മാവൻ പിന്നെ ഇത് മുഴുവനും നോക്കാനുള്ള മാനേജ്മെന്റ് ഏൽപ്പിച്ചു. അപ്പോൾ ഇത് മുഴുവൻ നോക്കി. അങ്ങനെയാണ് 58 കൊല്ലത്തിനിപ്പുറം ഓർക്കുമ്പോ അതെ പിന്നീടാണ് അങ്ങ് പോയി. അതാണ്. അപ്പോൾ അങ്ങനെ തുടർന്ന് കൃഷിയുമായി പോകുമ്പോൾ അന്നേ അമ്മാവൻ പറഞ്ഞിരുന്നു ഈ ഹൈബ്രിഡ് വിത്തിനെ പറ്റി. പൊക്കം കുറഞ്ഞ നെല്ല് അധികം ഉപയോഗിക്കണ്ട, നമുക്ക് കച്ചി കിട്ടൂല, പുല്ല് വേണം, പെരമേയാനും കാലി കൊടുക്കാനൊക്കെ പുല്ല് വേണം. അപ്പോൾ അതുകൊണ്ട് നമുക്ക് പൊക്കം കുറഞ്ഞ നെല്ല് അധികം ഉണ്ടാക്കേണ്ടതെന്നാണ്. പിന്നെ മാത്രമല്ല അതിൽ മരുന്നും വളവും ഒക്കെ കൊടുക്കണം, അതൊന്നും ചെയ്യണ്ട നമ്മളെ വയലിൽ. അങ്ങനെ പറഞ്ഞു. അങ്ങനെയാണ് പിന്നെ ആ പഴയ വിത്ത് തന്നെ അങ്ങ് കൃഷി ചെയ്തുകൊണ്ട് പോകുന്നതാണ്. അപ്പോ പറഞ്ഞു പറ്റേ. അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമുക്ക് ഹരിത വിപ്ലവം 66 ഹരിത വിപ്ലവം വന്നല്ലോ. ഹരിത വിപ്ലവം ദാരിദ്ര്യം മാറ്റാൻ പറഞ്ഞു. അപ്പോഴാണ് ഈ പുതിയനം വിത്തിന്റെ വരവ്, കടന്നുകയറ്റം. പുതിയനം വിത്തുകൾ കൃഷി ചെയ്യുക, അപ്പൊ അതിന്റെ വളം, മരുന്ന്, പിന്നെ അതിന്റെ ഒരു സെമിനാറുകൾ, അതിന്റെ ഒരു സിനിമ കാണിക്കല്, അങ്ങനെ എന്തിനേറെ പറയുന്നത് വലിയൊരു വിപ്ലവം തന്നെയാണ്. അപ്പൊ അങ്ങനെയാണ് ഈ ഇത് എല്ലാ പിന്നെ ആളുകളും മുഴുവൻ അങ്ങോട്ടായി. പിന്നെ കൃഷിക്കാരെല്ലാം പഴയ ഇനം വയനാടൻ വിത്തുകളൊക്കെ കൈവിട്ടു, പുതിയ ഇനം വിത്തുകളെ സ്വാഗതം ചെയ്തു. അത് കൃഷി ചെയ്യാൻ തുടങ്ങി, മരുന്നിട്ട്, വളമിട്ട്, എന്തിനേറെ പറഞ്ഞ് വലിയൊരു ഘോഷയാത്ര തന്നെ എന്ന് പറയുന്നുണ്ടായിരുന്നു. അതെ. കൃഷി വകുപ്പാണെങ്കിൽ ആ വലിയ ഘോഷയാത്രയുടെ പോകുന്നുണ്ട്. അപ്പോഴേക്കും വളക്കമ്പനിക്കാർ പ്രോത്സാഹനം വേറെ, വളത്തിനാണല്ലോ പിന്നെ ഡിമാൻഡ് വരുന്നത്. അപ്പൊ അങ്ങനെയാണ് പിന്നെ ആക്കുമ്പോഴാണ് എന്തിനും നിട്ട് പോലും അമ്മാവൻ അനങ്ങിയില്ല. അമ്മാവൻ ആ കാര്യം ചിന്തിച്ചില്ല വേണമെന്നത്. പിന്നീടാണ് നമുക്ക് 2000 മുതലാണ് ഈ വിത്തുകൾ നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്നു എന്നുള്ള തിരിച്ചറിവ് പിന്നെ ഉണ്ടാവുന്നത്. അപ്പോഴാണ് നമ്മൾ നേരത്തെ ഉണ്ടായിരുന്ന ഒരു 5-6 തരം വിത്ത് ഉണ്ടായിരുന്നു ഇവിടെ. അത് കൂടാണ്ട് പിന്നെ ഞാൻ വിത്തുകൾ അതിനെ സംഘടിപ്പിക്കാൻ തുടങ്ങി. ഏകദേശം 2000 മുതൽ ഞാൻ വിത്തുകൾ സംഘടിപ്പിച്ച് രാസവളവും കീടനാശിനിയൊന്നും ഉപയോഗിക്കാണ്ട് പിന്നെ എല്ലാ വർഷവും അങ്ങനെ പയ്യെ ആണ് ഞാൻ വിത്തുകൾ കൂടുതലാക്കിയത്. അപ്പോൾ പയ്യെ വിത്തുകൾ കൂടുതലാക്കുകയും രാസവളം കീടനാശിനി ഉപയോഗിക്കില്ല എന്നുള്ള പിന്നെ ഒരു ഭാഗ തീരുമാനം. മറ്റൊന്ന് ഈ വിത്തുകളുടെ പേരുകൾ പത്രത്തിൽ കൂടിയും ചാനലും ഒക്കെ. സത്യത്തിൽ എന്നെ ലോകം എത്തിച്ചത് പിന്നെ അതിന്റെ അതിന്റെ കടമ എന്നെ കൊണ്ടുപോയത് മീഡിയക്കാരും പത്രക്കാരും, അല്ലാണ്ട് വേറെ ആരുമല്ല. അതെ, വിത്തച്ഛൻ എന്ന പേര് കൊടുത്തതും ലോകം മുഴുവൻ അറിയിച്ചതും ലോകത്ത് ഇവിടെ സഞ്ചരിപ്പിച്ചതും ഒക്കെ മീഡിയക്കാരാണ്, പത്രക്കാരാണ്. അതിന് വേറെ ആർക്കും പങ്കല്ല. ഇവരാണ് അതിന്റെ പങ്കുകാർ. അതെ, ഞാനിത് ചെയ്തുകൊണ്ട് പത്രക്കാരും ചാനലും തന്നെ ഏറ്റെടുത്ത് ലോകത്തേക്ക് വിട്ടു അറിയാമുണ്ട്. അങ്ങനെയാണ്. ഇപ്പൊ ഏകദേശം 60ഓളം നെൽവിത്തുകളുണ്ട്. ഇപ്പൊ 60ഓളം നെൽവിത്തുകളുണ്ട് എന്ന് മാത്രമല്ല, ഇതിപ്പോ പഠിക്കാൻ വേണ്ടി ഒത്തിരി കുട്ടികൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. കോളേജിൽ നിന്നും നാട്ടുകാരും പൊതുജനവും
വിദേശവും സ്വദേശവും ഒക്കെ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം അങ്ങനെ വരുന്നതാണ്. പിന്നെ പത്രങ്ങളും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മീഡിയയും പത്രക്കാരും ഏറ്റെടുത്തു. അത് പിന്നെ ലോകം മുഴുവനായി. അപ്പോഴേക്കും സംഘടനകൾ പാടത്തേക്ക് പോകാൻ സമയം കിട്ടാ അല്ല അപ്പോഴേക്ക് ഇപ്പം പാർട്ടി വ്യക്തികൾ സംഘടനകൾ പിന്നെ പലതരം ഏജൻസികളൊക്കെ പിന്നെ പൊന്നാടിയായും മൊമെൻ്റായും ഒക്കെ വരാൻ തുടങ്ങി. അങ്ങനെയാണ് പിന്നെ എല്ലാ അർത്ഥത്തിലും എന്താ പറയുക സംസ്ഥാന ഗവൺമെൻറ് കൃഷി പുരസ്കാരങ്ങൾ, കതിർ അവാർഡുകൾ, കൈരളി അവാർഡുകൾ, പലതരം അവാർഡുകൾ വരാൻ തുടങ്ങി. അതുപോലെ തന്നെ പിന്നെ സാഹിത്യ അക്കാദമി, പിന്നെ വയോജനങ്ങളുടെ സാമൂഹ്യ സേവനം, ഇങ്ങനെ പലതരം അവാർഡുകൾ വരാൻ തുടങ്ങി. പിന്നെ അവസാനമാണ് പ്ലാൻ ജീനോസേവർ, അതായത് വിത്ത് സംരക്ഷണ കേന്ദ്രത്തിന്റെ അവാർഡുകൾ. അങ്ങനെ ഒരുപാട് അവാർഡുകൾ വരാൻ തുടങ്ങി. അവസാനമാണ് പത്മശ്രീയിൽ എത്തിയിരിക്കുന്നത്. അതെ, ഇപ്പൊ പത്മശ്രീയിലാണ്. പിന്നെ പത്മശ്രീ കഴിഞ്ഞിട്ടാണ് ഇപ്പൊ കഴിഞ്ഞ ആഴ്ചയാണ് നമ്മുടെ ഉമ്മൻചാണ്ടി സാറിന്റെ ആദ്യത്തെ പുരസ്കാരം, പ്രാഥമികമായിട്ടുള്ള ആദ്യത്തെ പുരസ്കാരമാണ് ഈ ചിങ്ങ 1 വെച്ച് കളമാശ്ശേരിയിൽ വെച്ച് എനിക്ക് കിട്ടിയത്. ഞാൻ വരുന്ന വഴിക്ക് ഇങ്ങനെ വായിക്കുമ്പോഴേ ഞാൻ ആലോചിക്കായിരുന്നു, ഇപ്പോൾ കഴിഞ്ഞ തവണ കാർഷിക അക്കാദമിയില് കുട്ടികളെ പഠിപ്പിക്കാൻ പ്രൊഫസർ, സത്യത്തില് വിദ്യാഭ്യാസം എന്നുള്ളത് സ്കൂളിൽ നിന്ന് മാത്രം കിട്ടുന്നതല്ല, വലിയൊരു ഉദാഹരണമാണ് അല്ലേ. നമ്മൾ പറയുമ്പോ പഴയ 5ാം ക്ലാസ് എന്ന് പറഞ്ഞാലും കുട്ടികളെ പഠിപ്പിക്കുന്നത് ഈ 5ാം ക്ലാസ് വിവരം മാത്രമല്ല, പ്രകൃതിയിൽ നിന്നും അനുഭവം നമ്മൾ അതിന് പറയാം നമ്മൾ. അതായത് പിന്നെ അതായത് നാട്ടറിവുകൾ, പല കാട്ടറിവുകൾ, നാട്ടറിവുകൾ, ഇങ്ങനെയുള്ള അറിവുകളും പല അനുഭവങ്ങൾ നമുക്കുണ്ട്. ഒരുപാട് അനുഭവങ്ങൾ, പ്രകൃതിയിലുണ്ടാവുന്ന അനുഭവങ്ങൾ, കൃഷിയിലുണ്ടാവുന്ന അനുഭവങ്ങൾ, ഇങ്ങനെ പല അനുഭവങ്ങളാണ് പങ്കുവെക്കുന്നതും ഈ സംസാരിക്കുന്നത്. ക്ലാസ് എടുക്കാൻ പോയിട്ടുള്ള അനുഭവം എങ്ങനെ ഉണ്ടായിരുന്നു? ക്ലാസ് എടുക്കാൻ പോയിരുന്നോ? ക്ലാസ് പിന്നെ എല്ലായിടത്തും പോകുന്നുണ്ടല്ലോ. അവരൊക്കെ എങ്ങനെയാ ക്ലാസ് എടുക്കാൻ പോകുമ്പോ സത്യത്തിൽ മക്കൾക്കൊന്നും അറിയില്ല, ഒരു ചുക്കും അറിയില്ല, എഴുത്തും വായനയും മാത്രമേ അറിയുള്ളൂ. അപ്പൊ അതുകൊണ്ടാണ് ഇതൊക്കെ കണ്ടിട്ടാണ്, ഇതൊക്കെ ഒരു അനുഭവത്തിൽ നിന്ന് വിളിച്ചതാണ് ഞാൻ ഇപ്പൊ പറഞ്ഞെന്താന്ന് ചോദിച്ചാല്, കുട്ടികൾക്ക് ജീവിക്കാൻ പര്യാപ്തമായ ക്ലാസ് അറിവുകള് വിദ്യാഭ്യാസത്തിന് കിട്ടുന്നില്ല. ഒന്ന്. രണ്ടാമത്, കാലഘട്ടത്തിനനുസരിച്ച് നമ്മൾ വിദ്യാഭ്യാസം മാറ്റണം. നമ്മൾ പഴയ സിലബസാണ്, കാലഹരണപ്പെട്ട സിലബസായത്. ആ സിലബസിൽ നിന്ന് മാറിയിട്ട് നമ്മൾ രാജ്യം വല്ലാണ്ട് പുരോഗതിയിലേക്ക് എത്തിയിരിക്കുന്നു. ടെക്നോളജിയിൽ യുദ്ധമാണെങ്കിലും അതുപോലെ തന്നെ വലിയ എല്ലാ ടെക്നോളജികളും. പണ്ട് നമ്മള് താങ്കളുടെ അടുത്ത് അല്ലെ എനിക്കൊരു 10 റുപ്യ തരാമോ എന്ന് പറയുമ്പോ പോക്കറ്റിന് എടുത്തു തരുന്ന ഏർപ്പാടാ പണ്ട്. ഇപ്പൊ അതല്ല, മൊബൈൽ എടുക്കുക. ഇപ്പൊ പറഞ്ഞാല് എത്ര വേണ്ടതെന്ന് പറഞ്ഞാൽ 10 ഒരു 10,000 റുപ്യ ആയിട്ടില്ല. എന്നൊരു കാര്യം ചെയ്യും, ഗൂഗിൾ പേ ഉണ്ടോ? അതെ അതെ. നേരെ അങ്ങോട്ടാ പോയ പൈസ. അതായത് ഞാൻ അങ്ങ് ബാങ്കിൽ പോകുന്നു എടുക്കുന്നു. ഇന്നിപ്പോ അങ്ങനെയുള്ള ടെക്നോളജി എല്ലാം മാറി. ഭക്ഷണം മാറി, അവർ സംസാരം മാറി, ബന്ധം മാറി, ഭക്ഷണത്തിന്റെ പേരുകൾ മാറി. പണ്ടൊക്കെ നമ്മൾ രാവിലത്തെ ഭക്ഷണത്തിന്റെ പേര്, ഉച്ചക്കത്തെ, രാത്രിത്തെ പലതരം പേര്, അത്താഴമൊക്കെ നല്ല പറഞ്ഞേ. ഇതൊക്കെ ഒന്ന് മാറിയില്ലേ? അത് നല്ല മാറ്റമാണോ? ഭക്ഷണശീലത്തിൽ വന്ന മാറ്റവും കൃഷിയിൽ വന്ന മാറ്റമൊക്കെ നല്ല മാറ്റങ്ങളാണോ? നല്ല മാറ്റമാണ്, വലിയ മാറ്റം മാറിയിട്ടുള്ളത്. പക്ഷെ ഒരു കാര്യം ഇതൊക്കെ ആണെങ്കിൽ പോലും ആ മാറ്റം കൊണ്ട് നമുക്ക് സത്യത്തിൽ മനുഷ്യന് ദോഷം ഉണ്ടായിട്ടുണ്ട്. അതാണ് ദോഷം. അതായത് ഇന്നിപ്പം നമ്മൾ പിന്നെ രോഗം കൊണ്ട് പൊറിച്ചു മുട്ടുക. അപ്പൊ അതുകൊണ്ട് ഞാൻ കുട്ടികളോട് പറയാറുണ്ട്, നിങ്ങൾ ദയവ് ചെയ്ത് ഇനി നമുക്ക് പുറകോട്ട് പോകാതെ ഒരു രക്ഷയില്ല. ഇനി നമ്മൾ മുന്നോട്ട് പോയിക്കൂടാ. ഇനി നമ്മൾ പുറകോട്ട് തിരിഞ്ഞു നോക്കണം. എന്താ? പഴയ കാലത്തുള്ള വാട്ടുകപ്പ, വെള്ളുകപ്പ, കാച്ചില്, ചേമ്പ്, ചേന, ഇതൊക്കെ പുഴുങ്ങി തിന്നാനും അത് ഉണ്ടാക്കാനും അത് തിന്നാനുള്ള ഇനി മാർഗാണ് നമ്മൾ സ്വീകരിക്കേണ്ടത്. അല്ലാതെ ശരിയാ, അന്നൊക്കെ ഓരോ കാലത്ത് ഓരോ ഭക്ഷണങ്ങളായിരുന്നു. ഈ കർക്കിടക മാസത്തിൽ കഴിക്കേണ്ടത് ഓരോ ആ സമയത്ത് അതേ കഴിക്കാവൂ എന്നാണ്. അതെ അതെ അതെ. അപ്പൊ അതുകൊണ്ട് നമ്മൾ തീർച്ചയായിട്ടും മക്കൾ ഇനി നമ്മൾ പുറകോട്ട് തിരിഞ്ഞു പോകണം. പഴയ കാലത്തുള്ള ആ വാട്ടുകപ്പയും കഞ്ഞും ഒക്കെ നമ്മൾ കഴിച്ചിരുന്നല്ലോ, അതിലേക്ക് തന്നെ നമ്മൾ തിരിച്ചു പോകണം. അല്ലാതെ ഇനി മറ്റേ പോയിക്കാൽ നമുക്ക് രോഗം കൊണ്ട് പൊറുതി മുട്ടുമെന്ന് മാത്രമല്ല, രോഗം കൊണ്ട് പിന്നെ പൊറുതി മുട്ടുകയും സാമ്പത്തികമായി നമ്മൾ തകരുകയും ചെയ്യും. രോഗം വന്ന് സാമ്പത്തികമായി തകർന്നു. ഇതുണ്ടാക്കിയതൊക്കെ ആശുപത്രി കൊടുക്കാനുണ്ടാവും, ആശുപത്രി കൊടുക്കാനുണ്ടാവുള്ളൂ. അതുകൊണ്ട് ദയവ് നമ്മൾ അത് മാറ്റിയെടുക്കലാണ് നമ്മൾ ഇനി കടമ. അത് മാറ്റിയെടുക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ സ്വന്തമായി തന്നെ കൃഷി ചെയ്ത്, സ്വന്തമായി കൃഷി ചെയ്ത്, സ്വന്തമായി അത് ഭക്ഷിക്കാനുള്ള അറിവ് നമ്മൾ ശേഖരിക്കണം. അതാണ് നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട. നെല്ലൊന്നും കണ്ടാലോ? നെല്ലുകളൊക്കെ നെല്ല് നമുക്ക് നോക്കാം. പിന്നെ നമുക്ക് പാടവും പോയി നിന്ന് കാണാം. ഓരോ വിത്തുകൾ എങ്ങനെയൊക്കെ ഇട്ടതെന്ന് കണ്ടുപിടിക്കും.
ഇവിടെ അന്നിപ്പോ 20 ഏക്കർ എന്നല്ല അമ്മാവൻ പറഞ്ഞു. ഇപ്പൊ എത്ര ഏക്കറിലുണ്ട് കൃഷി? ഇപ്പോൾ ഞങ്ങളിപ്പം അമ്മാവൻ്റെ പറഞ്ഞ ശേഷം പിന്നെ ഞങ്ങൾ കുടുംബങ്ങളെല്ലാം പിരിഞ്ഞു. പണ്ട് കൂട്ടുകുടുംബമായിരുന്നല്ലോ, ഇപ്പൊ നമ്മൾ അണുകുടുംബമായി മാറി. അണുകുടുംബമായി മാറുമ്പോൾ എല്ലാവരും പിന്നെ ഒറ്റയ്ക്ക് ജീവിക്കണം എന്നായി. അപ്പം നമ്മൾ കൂട്ടുകുടുംബം പറ്റില്ല എന്ന് പറഞ്ഞു. പിന്നെ ഇപ്പൊ എല്ലാവരും മാറി, ഓരോരുത്തരും. പിന്നെ ഞാനിപ്പോ ഒരു 3-3.5 ഏക്കറോളം നെൽപ്പാടം കൃഷി ചെയ്യുന്നുണ്ട്. ഏതാണ്ട് അതുപോലെ തന്നെ ഞങ്ങള് പിന്നെ കരയും ഈ കാണുന്ന പാടവും തോട്ടവും അങ്ങനെ ഒരു 3-3.5 ഏക്കർ ഞാൻ ചെയ്യാൻ തുടങ്ങി. അതെ അതെ. ഞാൻ സംശയമായിട്ട് ചോദിക്കാം, ശരിക്കും അന്നത്തെ കാലത്ത് 20 ഏക്കർ എന്നൊക്കെ പറഞ്ഞാൽ അവിടുത്തെ ഒരു ജന്മി കുടുംബമായിരുന്നു അന്ന്. അതെ അതെ അതെ. കുറച്ച് വിഭാഗത്തിൽ തന്നെ. അതെ അതെ അതെ. അന്ന് പിന്നെ ഞങ്ങള് സത്യത്തിൽ ഞങ്ങള് പിന്നെ പണ്ട് കാലത്ത് ഒരുപാട് ഭൂമിയുള്ള ആളുകളായിരുന്നു. അപ്പൊ ഈ ഭൂമി മാറിയത് എങ്ങനെയാണെന്ന് ചോദിച്ചാല് അന്ന് ഭയങ്കര ദാരിദ്ര്യമൊക്കെയുള്ള കാലാ. അപ്പൊ ദാരിദ്ര്യം വന്നപ്പം ഈ ഭൂമി പാട്ടത്തിന് പോവുക ചെയ്തത്. ഭൂമി പാട്ടത്തിന് പോയി. പാട്ടത്തിന് പോയ പിന്നെ അവര് ജമ്മിയായി, ഞങ്ങൾ കുടിയാനും പോയി. തിരിച്ചിട്ടുണ്ടായിട്ടില്ല. പിന്നെ തിരിച്ചിട്ടുണ്ടായിട്ടില്ല. അപ്പൊ അങ്ങനെയാണ് ഞങ്ങൾ ഈ വർഷം ഭൂമി പോയത് കേട്ടോ. ഭൂമി അങ്ങനെ പോയി. അതെ. പിന്നെ അതില് വേറൊരു വന്നത് EMS ഗവൺമെന്റിന്റെ കാലത്ത് ഈ ഭൂപരിഷ്കരണം വന്നല്ലോ. അപ്പൊ ഭൂപരിഷ്കരണം വരുമ്പോ അന്ന് ഈ ഭൂപരിഷ്കരണം വന്നപ്പോ EMS ഗവൺമെന്റിന്റെ അടുത്ത് ചെറിയ പോരായ്മ വന്നു. എന്താ പോരായ്മ ചോദിച്ചാല്, അന്ന് ഞങ്ങള് വയനാട്ടിലെ കുറിച്ച് അല്ലെങ്കിൽ വയനാട്ടിലെ കൂട്ടുകുടുംബമായി ജീവിക്കുന്ന ആദിവാസി വിഭാഗത്തിന്റെ ഭൂമി എടുക്കരുതായിരുന്നു. അവരുടെ അതൊന്ന് പ്രഖ്യാപിക്കേണ്ടതായിരുന്നു EMS. ആദിവാസി ഭൂമിനെ ഒന്നും ചെയ്യരുത്, ഒഴിവാക്കണം. ബാക്കിയുള്ളതൊക്കെ ഭൂമിയിൽ പരിധി വെക്കുക. കാരണം 15 ഏക്കറിൽ വെക്കാൻ പാടില്ല എന്നുള്ളത്. അപ്പൊ ആദിവാസി ഭൂമി തുടരുത്, മറ്റുള്ളതൊക്കെ ഭൂമി ഇങ്ങനെ ചെയ്യണമെന്ന് EMS ഗവൺമെന്റ് ഒരു തീരുമാനം ആയിട്ടുണ്ട്. കണ്ടല്ലോ, ഞങ്ങളുടെ ഭൂമി എവിടെയും പോകില്ല. ഇന്ന് ഞങ്ങളെ കൂട്ടുകുടുംബം അതുപോലെ നിലനിൽക്കുമായിരുന്നു. കൃഷിയും കുറേ കൂടി. അതെ 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 അതെ, അത് നിലനിൽക്കുമായിരുന്നു. കൃഷിയെന്നല്ല, ഞങ്ങളുടെ കൂട്ടുകുടുംബ കൃഷി നിലനിൽക്കുമായിരുന്നു. അത് കാരണം കൂട്ടുകുടുംബ കൃഷി നിലനിന്നില്ല, പോയി കുറച്ചായിട്ട്. പിന്നെ എപ്പോഴാണ് അതിന് ഒരുവിധം വായി വന്നു വെച്ചാ, ഇന്ദിരാഗാന്ധി അടിയന്തരാവസ്ഥ കാലത്ത് ആദിവാസികളുടെ ഭൂമി തൊടാൻ പാടില്ല, എടുക്കാൻ പാടില്ല എന്നൊരു അടിയന്തരാവസ്ഥ കാലത്ത് ഒരു പ്രഖ്യാപനം ഉണ്ടാക്കി പാർലമെന്റ്. അതുകൊണ്ടാണ് ഇന്ന് ആദിവാസികളുടെ ഭൂമി ഇപ്പം അല്പസ്വല്പെങ്കിലും കയ്യിൽ നിൽക്കാനുള്ള കാരണം അങ്ങനെയാ ഉണ്ടായത്. ഞാൻ വായിച്ചറിഞ്ഞാണ്, തെറ്റാണെങ്കിൽ ക്ഷമിക്കണം. അതായത് പണ്ട് ഇവിടുത്തെ ഭൂമി വയനാട്ടിലെ അല്ലെങ്കിൽ ഈ മേഖലയുടെ ഭൂമി മുഴുവൻ, അതിന്റെ അവകാശം മുഴുവൻ നിങ്ങളെ ആളുകൾക്കായിരുന്നു. അതായത് ശരിക്കും രാജാക്കന്മാരെ നിങ്ങളായിരുന്നു. അതെ 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 അതെ. അതാണല്ലോ ഈ ആദിവാസി എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ആദ്യത്തെ ജനങ്ങളാണ്. അതെ, മറ്റുള്ളവർ വന്നതാണ്. ഞങ്ങൾ ഇവിടെ തനിമയിൽ ഇവിടെ തന്നെയുള്ള സ്ഥിര ആളുകളാണല്ലോ. അതെ. അതേപോലെ ഞാന് പഠിക്കുന്ന സമയത്താണ് ഈ പഴശ്ശിരാജയെ പറ്റിയിട്ടും അങ്ങനെയാണ് കുങ്കൻ കുറിച്ച രാജ. എടച്ചന കുങ്കനും തലക്കച്ചന്തു എന്ന് പറഞ്ഞ ഞങ്ങളുടെ അമ്മാവനാ. അതെ, ഞങ്ങളുടെ തലക്കാരാ. അവരുടെ പിൻഗാമി മരുമക്കളെ ഞങ്ങളൊക്കെ. അതെ, ഞങ്ങൾ തലക്കാരാ. ശരിക്കും എങ്ങനെ അവരൊക്കെ പറഞ്ഞ കഥ എന്താ പഴശ്ശിരാജയെ കുറിച്ച് അന്നത്തെ? അതെ, പഴശ്ശിരാജ എന്ന് പറഞ്ഞാലേ അന്ന് ഞങ്ങള് നികുതി കുറക്കണം എന്ന് ബ്രിട്ടീഷിനോട് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഒരു മാനസിക സമരം നടക്കുക. മനസ്സിലല്ലേ? അങ്ങനെ സമരം നടന്നുകൊണ്ടിരിക്കുമ്പോഴേ ഈ ബ്രിട്ടീഷ് സാഹിബിനെ കാണാൻ വേണ്ടി ഞങ്ങളെല്ലാവരും കൂടി ഒത്തുകൂടാൻ വേണ്ടി ഒരു സഭ ചേരാൻ വേണ്ടി പോയി. സഭ ചേരാണ്. അപ്പോഴാണ് ഈ ബ്രിട്ടീഷിന്റെ ദൂതന്മാർ കുറച്ചേര് യുദ്ധത്തിന് വേണ്ടി തയ്യാറെടുത്ത് സഭ കൂടിയിട്ടുണ്ട് എന്നുള്ള വെറുതെ ചുമ്മൊരു ന്യൂസ് പൊക്കി തെറ്റായൊരു പ്രചരണം കൊടുത്തു. അപ്പോഴാണ് ബ്രിട്ടീഷിന്റെ പട്ടാളം വളഞ്ഞ് അന്ന് വലിയൊരു വെടിവെപ്പും കൊലാഹലങ്ങളും നടന്നു. അതാണ് കുറിച്ച കലാപം. അതാണ് കുറിച്ച കലാപം. ആ കലാപത്തിൽ കുറെ ആളുകൾ മരണപ്പെടുകയും അപ്പോഴാണ് പിന്നെ ഞങ്ങൾക്കൊരു വാശേരി, ഇനി പിന്നെ നോക്കിയിട്ട് കാര്യമില്ല. അങ്ങനെയാണ് പിന്നെ ഞങ്ങൾ ഒളിയുദ്ധത്തിലേക്ക് പോയി. അപ്പൊ ഇത് ആരറിയുന്നു? പഴശ്ശി അറിയുന്നു. അപ്പൊ പഴശ്ശി അറിഞ്ഞ ഒരു കാര്യം, ഞങ്ങളും കൂടി അതിൽ പങ്കുചേരാം. അങ്ങനെയാണ് അത് പങ്കുചേരുന്നത്. വായിച്ചറിഞ്ഞ ചരിത്രമൊക്കെ പഴശ്ശിയെ സഹായിക്കാൻ വേണ്ടി കുറിച്ച് അങ്ങോട്ട് പോയി. അല്ലല്ല. അപ്പോഴവരെന്ത് ചെയ്തെന്ന് പറയോ? അവര് നായർ കുടുംബക്കാരെ കുറുമ്പനാട് മുതല് കൂത്തുപറമ്പുള്ള തറവാട്ടുകാരായ നായന്മാരെ കൊണ്ടുവന്നു. അങ്ങനെ ആരെ പൈസ സഹായിക്കാൻ. അപ്പം ഞങ്ങളും അവരും കൂടിയിട്ട് സഹായിച്ചിട്ട് ബ്രിട്ടീഷിനെ ഓടിക്കാന്നുള്ളത് കാഴ്ചപ്പാടാണ് പഴശ്ശിക്കുണ്ടായത്. പക്ഷേ അവർക്കൊന്നും ചെയ്യാൻ കഴിയുമെന്ന് തോന്നുന്നില്ല. ഞങ്ങൾ പിന്നെ രാത്രി അമ്പട്ട് ഒളിപ്പോര് നടത്തിയാണല്ലോ അവരെ വകവരുത്തിയത്. അങ്ങനെയാണ്
ബ്രിട്ടീഷിന് ഞങ്ങൾ പഴശ്ശി നിങ്ങളെ മുതലെടുക്കായിരുന്നു, അങ്ങനെ ഒരു ചിലപ്പോൾ ഇല്ല എന്നൊന്നും പറയാൻ പറ്റൂല. സാഹചര്യം. അതെ, സാഹചര്യം അനുസരിച്ച് ചില മലക്കം മരച്ചിലൊക്കെ ഉണ്ടാവും. അതെ 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 അതെ, അതൊക്കെയാണ് സത്യം പറഞ്ഞാല് ആ ഒരു കാലത്ത് ഇവിടുത്തെ അതായത് താങ്കൾ പറഞ്ഞത് കണ്ടറിയോ, ഇപ്പോ തലക്കച്ചന്തു കൊച്ചിന കുങ്കനൊക്കെ ഒട്ടനവധി ത്യാഗം ചെയ്ത് മരിച്ചവരാ. പക്ഷെ അവരുടെ പേരിൽ ഇന്നൊന്നുമില്ല. അതാണ് അവരുടെ പേരിൽ എന്തെങ്കിലും ചെയ്യണമല്ലോ, എന്തെങ്കിലും ഉപകാരം കൊടുത്തില്ലല്ലോ. അപ്പം ബ്രിട്ടീഷ് അതായത് സത്യത്തിൽ പഴശ്ശിയാണല്ലോ ചെയ്യേണ്ടത്, പക്ഷേ ചെയ്തില്ലാലോ. പഴശ്ശിയുടെ അനുചരന്മാരെ മാത്രമായിട്ടാണ് ഇവർ അറിയപ്പെടുന്നത്. അതെ അതെ അതെ, സത്യത്തിൽ ഇവര് സ്വന്തമായിട്ട് പോരാടിയ ഒരു വ്യക്തിത്വമുള്ളവരായിരുന്നു എന്നുള്ളതാണ് വസ്തുത. അതെ 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 അതെ, അതൊക്കെ അമ്മാവൻ പറഞ്ഞു ഇല്ല വന്നല്ല, ഇതിപ്പം ഞങ്ങൾ ഏറെക്കുറെ ഞങ്ങൾക്ക് മനസ്സിലാക്കി എടുത്ത. ഇതാണ് രാമേട്ടന്റെ കൃഷി. ഇതാണ് എൻ്റെ കൃഷിപ്പാടം. ഇവിടെ ഓരോ കണ്ടത്തിലും ഓരോ തരം നെല്ലുകളാണ്. അതെ അതെ, ഇതുണ്ടോ, ഇതിപ്പം മുഴുവനുണ്ട്. ഇതിപ്പം അതായത് ഇവിടെ അതായത് 6 മാസം 180 ദിവസമുള്ള മൂപ്പ്, പിന്നെ 150 ദിവസം മൂപ്പുള്ളത്, പിന്നെ 120, പിന്നെ 90, ഇങ്ങനെ 4 ടൈമുകളിൽ വിത്ത് പാവി പറിച്ച് നാട്ടി കൃഷി ചെയ്യേണ്ടതാണ് എൻ്റെത്. ഇതാ കാണുന്നത് 6 മാസം മൂപ്പുള്ള വെളിയെന്ന് പറഞ്ഞതാ അത്. പിന്നെ അതിൻ്റെ ഇപ്പുറത്ത് ഇതാ ഈ കാണുന്നത്, ഇതിപ്പോൾ ആയിരിക്കുന്നത് 5 മാസമുള്ളത്. ഈ ലൈൻ 5 മാസമുള്ളതാണ്, അപ്പുറത്ത് 6 മാസമുള്ളതാണ്. ഇനിയിപ്പോൾ ഈ ലൈന് പോകുന്നത് 120ഉം 90 ദിവസത്തിൻ്റെയാണ് ഈ ലൈന് പോകുന്നത്. അപ്പോൾ അതിനൊക്കെ എന്ന് പറഞ്ഞാൽ ഇതാണ്ട് ഓരോ വിത്തിട്ടില്ലാണ്ട് നമ്പർ ഇതാ വെച്ചിട്ട് നമ്പർ വെച്ച് വെച്ചിരിക്കുന്നത് ഓരോ ഇനാണ്. അങ്ങനെ ഇതാ ഇല്ലുണ്ട്. അങ്ങനെ ഒരു 10-60 ഇനം ഇവിടെ ഇപ്പോൾ ചെയ്യേണ്ടതുണ്ട്. ഇതൊക്കെ ഉണ്ടോ, ഇതാണ്ടോ, ഇതൊക്കെ ഓരോ ഇനാണ്. ഇനിയും കുറച്ച് വിത്തുകൾ പാവാറുണ്ട്. ഇനിയിപ്പോൾ ഏതാണ്ട് ഒരു 30ഓളം വിത്തുകൾ, 30ഇല്ല 22ഓളം വിത്തുകൾ ഇനി ഇതിൽ പാവേണ്ടതുണ്ട്. അപ്പോഴാണ് എൻ്റെ 60 തരം വിത്തുകളാവുള്ളൂ. സത്യത്തിൽ ഞങ്ങളുടെ നാട്ടിലൊക്കെ ഉരുപ്പു ഇരുപ്പു ഒക്കെ പറയും. ഇവിടെ വർഷത്തിൽ 30 കൃഷിയാണ്. അല്ലല്ല, ഇവിടെ 2 കൃഷിയാണ്. അതായത് നഞ്ചയെന്നും പുഞ്ചയെന്നും. ഇതിപ്പോൾ നഞ്ച കൃഷിയാണ് ഈ ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ മഴക്കൃഷി. ഇനി വരുന്നതാണ് പുഞ്ചകൃഷി. പുഞ്ചകൃഷി എന്ന് പറയുമ്പോൾ വെള്ളം കിട്ടാൻ ബുദ്ധിമുട്ടാണ്. അപ്പം വെള്ളം പുഴയെന്നോ കുളത്തുനിന്നോ പമ്പ് ചെയ്ത് ചെയ്യാൻ പറ്റുന്ന കർഷകർ ചെയ്യും, അല്ലാത്ത ആളുകൾ ചെയ്യില്ല. ഞാൻ ചെയ്യലില്ല, ഞാൻ ഒറ്റ കൃഷി ചെയ്യുള്ളൂ. അപ്പോൾ വിത്തിനം മാറും, നഞ്ചയ്ക്കും പുഞ്ചയ്ക്കും 2 വിത്തുകളായിരിക്കും വിത്തുകളായിരിക്കും മാറും. കാരണം മറ്റൊരു മൂപ്പ് കൂടിയ വിത്ത് നമ്മൾക്ക് ഇതഞ്ചിക്കെടുക്കാം, പക്ഷെ മൂപ്പ് കുറഞ്ഞതാണ് പുഞ്ചിക്കെടുക്കേണ്ടത്. വെള്ളം കുറവ് മതി. അപ്പോൾ അങ്ങനെയുള്ള വിത്തുകളായിരിക്കും. പക്ഷെ അത് ചെയ്യുന്നത് വളരെ കുറവായിരിക്കും. അത് സാധാരണ കൃഷി ഞാൻ വായിച്ചറിഞ്ഞിട്ടുണ്ട്. ഈ രാമേട്ടൻ്റെ അടുത്ത് കർഷകർ വരും, ഇനം ഇതിൻ്റെ വിത്ത് തരുമെന്ന് വെച്ചിട്ട്. അപ്പോൾ രാമേട്ടൻ പറയും, വിത്ത് ഞാൻ തരാം, പക്ഷെ തിരിച്ചെനിക്കിത് തരണം, അത് നിങ്ങൾ കൃഷി ചെയ്യും വേണം, കാശ് വേണ്ട. അങ്ങനെയാണ്. അതിപ്പം ഞാനിപ്പോൾ 1 കിലോ 2 കിലോ ഒന്ന് കൊടുത്തു കഴിഞ്ഞാൽ അവരത് കൃഷി ചെയ്തിട്ട് എൻ്റെ വിത്ത് തിരിച്ചു തരിക. അത് ഞാൻ പൈസക്കല്ല കൊടുക്കുന്നത്, പൈസ കൊടുക്കാറുള്ള. കാരണം എന്തുകൊണ്ടാണെന്നറിയോ, പൈസ കൊടുക്കേണ്ട വിത്തുകൾ ഇല്ല എൻ്റെ അടുത്ത്. ഞാൻ പറഞ്ഞ് പൈസ ഒന്നും വേണ്ട, നിങ്ങളൊരു കാര്യം ചെയ്തോളൂ, ആ വിത്ത് കൃഷി ചെയ്ത് എനിക്കിങ്ങ് തിരിച്ചു തന്നാൽ മതി. അങ്ങനെയാണ് ഞാൻ വിത്ത് കൊടുക്കുന്നത്. ശരിക്കും ഇതൊന്നും സത്യത്തിൽ നമുക്കറിയാത്തതുകൊണ്ടാണ്. കാരണം നമ്മളിതൊന്നും വിത്ത് വിൽക്കാനുള്ളതല്ലത്, അതല്ല, വിത്ത് കൈമാറാനുള്ളതാണ് എല്ലാം. കാരണം പ്രകൃതി തന്നെ, നമ്മൾ ഭൂമി തന്നെ എന്ന് പറഞ്ഞാൽ സത്യത്തിൽ ഇതൊന്നും നമ്മളതല്ലല്ലോ, ഇതൊക്കെ പ്രകൃതി അല്ലേ. നമ്മൾ പാട്ടത്തിനെടുത്ത് കഴിക്കുന്നതെന്ന് തന്നെ പറയേണ്ടി വരും. പിന്നെ എൻ്റെത് നിൻ്റെതെന്ന് പറയാൻ പറ്റില്ല. പിന്നെ നമ്മളിപ്പം എന്താ ഒരു അടയാളം വേണമല്ലോ. അപ്പം അതിന് വേണ്ടിയാണ് ഇതാണ് എൻ്റെ അതിര്, അതാണ് എൻ്റെ ഭൂമി എന്ന് പറയുന്നത്, ഒരു അടയാളത്തിന് വേണ്ടിയാണ്. പിന്നെ മറ്റൊരാൾ അങ്ങോട്ട് വരാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ അങ്ങനെ ഒരു സിസ്റ്റം നടപ്പിലാക്കി. ഒരു തലമുറ കഴിയുമ്പോൾ ഇതൊന്നും അവസാനിക്കാതിരിക്കാൻ അടുത്തൊരു തലമുറയ്ക്ക് ഇത് കൈമാറുക. അതെ, ജനിതക രഹസ്യം എന്നൊക്കെ പറയാം. അതെ, അതുപോലെയാണ് ചെയ്യുക. അതെ. അപ്പോൾ ഇത് ശരിക്ക് രാമേട്ടൻ്റെ വിശ്വസ്തരായിട്ടുള്ള കർഷകർ, രാമേട്ടനെ അനുസരിക്കുന്ന അവരൊക്കെ ഇത് മനസ്സിലാക്കി പിന്തുടരുന്നവരുണ്ടോ? എവിടെ അങ്ങനെയൊന്നുമില്ല. പക്ഷെ എന്തായാലും ഒരു കാര്യം വ്യക്തമായി. കാരണം ഞാൻ എൻ്റെ സന്ദേശം പിന്നെ രാസവളങ്ങളും കഴിയുന്നതും ഉപയോഗിക്കാതിരിക്കുക, പരമാവധി പൈതൃക വിത്തുകൾ ഉപയോഗിക്കുക. ഇന്നല്ലെങ്കിൽ നാളെ നമുക്ക് ഇതുകൊണ്ട് പല ദോഷങ്ങളുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് നമുക്കിതൊരു തിരിച്ചറിവ് നമുക്കുണ്ടാവണം, തിരിച്ചറിവിലേക്ക് നമ്മൾ വേണം. അതുകൊണ്ട് നമ്മൾ പരമാവധി പ്രയോജനപ്പെടുത്തണം എന്ന സന്ദേശം ഇന്ന് ഏറെക്കുറെ അത് അംഗീകരിച്ചിരിക്കുന്ന ആളുകൾ. ഇപ്പോൾ ആളുകൾക്ക് മനസ്സിലായി, ഇനി നമുക്കൊരു തിരിച്ചുപോക്ക്
ആവശ്യമാണ് എന്ന് ആളുകൾക്ക് ഇതിപ്പോൾ ഏതൊക്കെ വിത്തിനങ്ങളെ പേരൊന്ന് പറയൂ. ഇത് പേരുകൾ എന്ന് പറയുമ്പം പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 6 മാസം 6 മാസമുള്ളതെന്ന് പറഞ്ഞാൽ വെളിയൻ, പിന്നെ ചേറ്റുവെളിയൻ, മണ്ണുവെളിയൻ, ചെന്താടി, മുണ്ടകൻ എന്ന് പറയുന്നതാണ് 6 മാസം. പിന്നെ തൊണ്ടി, ചെന്നൽ തൊണ്ടി, കണ്ണിച്ചെന്നല്, ചെന്നല്, പാൽവെളിയൻ, അടുക്കൻ, കോതാണ്ടൻ, പിന്നെ ഇങ്ങനെ, പിന്നെ ചുവന്തനെല്ല്, ഗന്ധകശാല, ജീരകശാല, അതായത് നെയ്ച്ചോറ് ബിരിയാണി ഉണ്ടാക്കുന്നത്, അതൊക്കെ ഗന്ധകശാല, ജീരകശാല ചെറുത്, മുള്ളൻ പായ്മ, ഇതൊക്കെ 5 മാസമുള്ളത് ആ ലൈന്. ഇതിലൂടെ വരുന്നതാണ് പിന്നെ 4 മാസം മൂപ്പുള്ളതും 3 മാസം മൂപ്പുള്ളതും. അത് 4 മാസമുള്ളത് ഓണമൊട്ടൻ, പാൽത്തൊണ്ടി, കല്ലടിയാരൻ, ഒക്കൻ പുഞ്ച, ഇങ്ങനെ ഒരു 4 മാസം മൂപ്പുള്ള ഇതിൽ വരും. പിന്നെ 3 മാസമുള്ളത് എങ്ങനെ വ്യത്യാസപ്പെടുക, നെല്ല് എങ്ങനെ വ്യത്യാസപ്പെടുക? വ്യത്യാസപ്പെടുക പറഞ്ഞാൽ ഇപ്പം ആദ്യം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ആദ്യം വെളിയനുണ്ടാക്കി, പിന്നെ നമ്മൾ അത് കഴിഞ്ഞ് 1 മാസം കഴിയുമ്പോഴാണ് 5-ാം മാസം ഉണ്ടാക്കുന്നത്. 1 മാസം കഴിയുമ്പോഴേക്കും 4-ാം മാസം ഉണ്ടാക്കും, പിന്നീട് 1 മാസം. അപ്പം 4 ടൈമിലാണ് ഈ കൃഷി ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എൻ്റെ കൃഷി നേരത്തെ തുടങ്ങുകയും എല്ലാ കർഷകരും കഴിഞ്ഞ് പോയിട്ടും എൻ്റെ തീരുന്നില്ല. ആ പിന്നെ മാത്രം അതുകൊണ്ട് എന്താ അങ്ങനെ ചെയ്തുമ്പോൾ നമുക്ക് ഡിസംബറിലാണ് വിളവെടുക്കുന്നത്. അപ്പം ഡിസംബറിലെല്ലാം ഒരുപോലെ വിളവ് വരും. അതിന് വേണ്ടിയാണ് ഈ പണി ഇങ്ങനെ കൊണ്ടുവന്നത്. അതെ അതെ അതെ, അതാണ് ഘട്ടഘട്ടങ്ങളായി കൊണ്ടുവന്നതിൻ്റെ കാരണം. അതാണ് ഡിസംബർ ജനുവരിയോടും കൂടി. നെല്ല് പുറത്തേക്ക് വിൽക്കുമോ? ഇല്ല, ഇല്ല. കാരണം ഇത് വിൽക്കാനുള്ളതല്ല, ഇത് സംരക്ഷിക്കൽ മാത്രമേ ഉള്ളൂ. എല്ലാവർക്കും മക്കളെല്ലാം പറയുന്നുണ്ട് അച്ഛനിങ്ങനെ ചെയ്തിട്ടൊന്നും കാര്യമില്ല. കാര്യമല്ലേ? അത് ശരിയാണ്, അല്ല സാമ്പത്തിക ഒരു ഘടകമാണ്. പക്ഷെ വന്നിരുന്നാലും നമുക്കിത് നിലനിർത്താതിരിക്കാനും പറ്റൂല. അവിടെയാണ് വിഷയം. ഇതിപ്പോൾ പണ്ടാരങ്ങൾ പറഞ്ഞ പോലെ പാമ്പരി പിടിച്ച പോലെയാ, വിടാനും പറ്റൂല, വിട്ടാതിരുന്നാലും പറ്റൂല എന്ന് പറഞ്ഞ പോലെ ഇപ്പം. ഇതിപ്പോൾ സത്യം പറഞ്ഞാൽ ഇത് കൊടുക്കുകയാണെങ്കിൽ നമ്മൾ കൂടുതൽ വിളവുണ്ടാക്കേണ്ടി വരും. അതെ, അപ്പോൾ പിന്നെ നമ്മൾ രാസവളം ഉപയോഗിക്കും. വരും. അതായത് കൃഷി ഒരു വ്യവസായമായി മാറ്റേണ്ടി വരും. അതെ, ഇതിപ്പോൾ നമ്മൾ ഈ വിത്തുകൾക്ക് വേണ്ടി കൃഷി ചെയ്യാണ്. അത്രേ ഉള്ളൂ അല്ലേ? അത്രേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. ആളുകൾ അരിയായിട്ട് ചോദിച്ചു വരുമോ? ചോദിക്കുന്നില്ല. ആള് അരിയായിട്ട് ചോദിക്കുന്നത് മാത്രമല്ല, എല്ലാവരും ഇപ്പോൾ ആളുകൾ ചോദിക്കുന്നത് ഇപ്പം ഷുഗർ, BP, കൊളസ്ട്രോൾ, അതുപോലെ തന്നെ ബ്ലഡ് ബ്ലോക്ക്, പിന്നെ ഷോക്ക്, ഇതൊക്കെ വരുന്നുണ്ടല്ലോ. അപ്പോൾ അങ്ങനെയുള്ള രോഗികൾക്ക് കഴിക്കാൻ പറ്റുന്ന അരികൾ ഏതൊക്കെയാണെന്നുള്ളതാണ് ചോദ്യങ്ങൾ ഇഷ്ടംപോലെ വരുന്നുണ്ട്. അപ്പോൾ കൊടുക്കാറുണ്ടോ? എവിടെ കൊടുക്കാൻ, നമുക്കിതിനെ പറ്റി അറിയണ്ടേ? അപ്പോൾ ഞാൻ പറയാറുണ്ട്, ഇതൊക്കെ നമ്മളങ്ങനെ ലാബിൽ വെച്ച് ടെസ്റ്റ് ചെയ്ത് ഓരോ അരിയും ഓരോന്നിൻ്റെ ഗുണം എത്ര എന്നുള്ളത് നമ്മളിതുവരെ മനസ്സിലാക്കിയിട്ടില്ല, പഠിച്ചിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഔദ്യോഗികമായിട്ട് എനിക്ക് പറയാൻ ബുദ്ധിമുട്ടാന്ന് പറയും. ഈ കാലാവസ്ഥയൊക്കെ വയനാട്ടിൽ വല്ലാതെ മാറ്റം വന്നിട്ടുണ്ടോ? മാറ്റം വന്നു. അതായത് പണ്ട് എനിക്ക് തോന്നുന്നത് ഒരു 65-70 ആകുമ്പോഴാണ് നമ്മളെ വയനാട് ഇത്രമാത്രം കാലാവസ്ഥയ്ക്ക് മാറ്റം ഉണ്ടായത്. അതിൻ്റെ മുൻകാലങ്ങളൊന്നും അത്ര പറയത്തക്ക മാറ്റം ഉണ്ടായില്ല. കാരണം നല്ല സമയത്ത് മഴ ഉണ്ടായിരുന്നു. കാരണം അന്ന് അങ്ങനെ കൃത്യമായി മഴ പെയ്യുന്നതുകൊണ്ട് തന്നെ വയനാട്ടിലെ കാർഷിക പ്രവർത്തികളൊക്കെ നന്നായിട്ട് പോയിരുന്നു. കുംഭമഴ, മീനമേട ഇടവഴ, അതുപോലെ ഇടവപ്പാലി, കർക്കിടക നല്ല മൺസൂൺ കാലം, നല്ല കാറ്റും മഴയും വെള്ളപ്പൊക്കവും, പിന്നെ ചിങ്ങത്ത് ചിനുക്കമഴ, തുലാവർഷം, ഇതൊക്കെ കൃത്യമായി പോയിക്കൊണ്ടിരിക്കുകയും ഒപ്പം തന്നെ അന്ന് വെള്ളത്തിന് ക്ഷാമം ഉണ്ടായിരുന്നില്ല. നല്ല നീരുറവുണ്ടായിരുന്നു, നല്ല വെള്ളമായിരുന്നു, എല്ലാം റെഡി അങ്ങ് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലമായിരുന്നു. 60ൻ്റെ അപ്പുറത്തേക്ക്, അതായത് 65ൻ്റെ അപ്പുറത്തേക്കൊക്കെ, 65 ഇങ്ങോട്ടൊക്കെയാണ് വലിയ മാറ്റം മാറ്റേണ്ടത്. അതുകൊണ്ട് തന്നെ കൃഷി മാറ്റം. അന്ന് കൃഷി എന്ന് പറയുമ്പോൾ വയനാട്ടിൽ പിന്നെ ഇടവപ്പാതി കൃഷി തുടങ്ങും. കർക്കിടക 30 കൊണ്ട് കൃഷി തീരും. എന്ന് വെച്ചാൽ ഓണത്തിന് മുന്നേ പണി തീർക്കും. വയലിൽ പണിയൊക്കെ ഓണത്തിന് മുന്നേ തീർക്കാൻ വേണ്ടി എല്ലാവരും പരിശ്രമിക്കുകയും ചെയ്യും. ഓണം കഴിഞ്ഞ് പിന്നെ പണിയെടുക്കാൻ ആരും നിൽക്കില്ല, മടിയാവും. അപ്പോൾ അത് ഓണം കൊണ്ട് ഏകദേശം വയൽ പണി പൂർത്തിയാക്കുന്നൊരു കാലമായിരുന്നു. അങ്ങനെ എല്ലാം കൊണ്ടും അന്ന് ഒരു എന്താ പറയുക, അങ്ങനെ കൃത്യമായി മഴ പെയ്യുന്നതുകൊണ്ടും കൃത്യമായി കാലങ്ങൾ നടക്കുന്നതുകൊണ്ടും എല്ലാ കൃഷിയും നന്നായിട്ട് പോകാനും ചെയ്യാനും ഒക്കെ വളരെ സന്തോഷവും ഒക്കെ ഉണ്ടായിരുന്നു കാലം. എല്ലാം മാറി, ഇപ്പം എല്ലാം മാറി. ഇപ്പം എന്ന് പറഞ്ഞാൽ ഇപ്പം പിന്നെ അതായത് ജൂണിൽ പോയി ജൂലൈ ഓഗസ്റ്റിലാണ് കൃഷി തുടങ്ങുന്നത്. ഇവിടെ ഓഗസ്റ്റിലാണ് കൃഷി തുടങ്ങുന്നത്. എത്ര മാറ്റം? 2 മാസം ഗ്യാപ്പാണ് കിട്ടുന്നത്. 2 മാസമാണ് മാറ്റിയത്. പാടത്തിൻ്റെ വലുപ്പം കുറഞ്ഞു അല്ലേ? കുറേ പേര് പാടം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കൃഷി ചെയ്യാൻ ആളില്ല, കൃഷി ചെയ്യുന്നില്ല ആളുകൾ. ഇപ്പോൾ സത്യം പറഞ്ഞാൽ വയനാട്ടിൽ ഇപ്പോൾ കൃഷി ചെയ്യുന്നത് വയനാട്ടിലെ ആദിവാസി വിഭാഗങ്ങളായ കുറച്ച് വിഭാഗം മാത്രമേ ഇന്ന് വയനാട്ടിൽ കൃഷി ചെയ്യുന്നുള്ളൂ. കാരണം എന്തുകൊണ്ട്? അവർക്ക് അരി വേണമല്ലോ. അപ്പോൾ അരി ഭക്ഷണം മുടങ്ങാതിരിക്കാൻ വേണ്ടിയാണ് അവർ കൃഷി ചെയ്യുന്നതിൻ്റെ ഉദ്ദേശം. കാരണം അവർക്ക് ഈ പുത്തരി നിന്നും നെല്ലിൻ്റെ അരി കഴിച്ച് ശീലിച്ച ആളുകൾക്ക് അങ്ങാടി അരിക്ക് അത്ര ഇഷ്ടപ്പെടില്ല. അപ്പോൾ അതുകൊണ്ടാണ് അവരൊന്ന് കൃഷിപ്പാടം
രാമേട്ടൻ പുറത്തുനിന്ന് അരി വാങ്ങിച്ചിട്ടില്ലല്ലോ ഇതുവരെ? ഇല്ല ഇല്ല, ഞാൻ മേടിക്കുന്നുണ്ട്. റേഷൻ ഇപ്പം കൊടുക്കുന്നുണ്ടല്ലോ, റേഷൻ അരിയും പിന്നെ സൗജന്യ അരികളും സർക്കാർ കൊടുക്കുന്നുണ്ട്. ആ അരി വാങ്ങുന്നുണ്ട്. സാധാരണ അല്ലെങ്കിൽ ഉണ്ടാക്കണ അല്ലെങ്കിൽ സാധാരണ നമ്മൾ ഇവിടെ തന്നെ അരിയുടെ കുത്തരിയുടെ ചോറഞ്ഞ് കഞ്ഞി തന്നെയാണ് കഴിക്കാറുള്ളത്. ഇതിൽ ഏതിനകത്തിന്റെ അരി കഴിക്കുക? ഞാൻ കഴിക്കുന്നത് തൊണ്ടിൻ്റെയും വെളിയിൻ്റെയും. കാരണം തൊണ്ടി അരിയും നെല്ലിൻ്റെയും വെളിയിലാണ് കൂടുതലാണ് എൻ്റെ വീട്ടാവശ്യത്തിന് കൃഷി ചെയ്യുന്നത്. അതെ, അത് കുത്തിരി പോലെ തന്നെയാണ്. അതെ, അത് തന്നെ കുത്തരി തന്നെ. അത് നെല്ല് പുഴുങ്ങി ഉണങ്ങി കുത്തി ഒരു പുഴുക്ക് ഇരുപ്പുഴുക്കാക്കി പുഴുങ്ങി ഉണങ്ങി കുത്തി അതിൻ്റെ കഞ്ഞാ കുടിക്കാറുള്ളത്. അതെ. എങ്ങനെ രാവിലെ നേരത്തെ തുടങ്ങുമോ ജോലിയൊക്കെ? രാവിലെ പണ്ട് കാലത്തൊക്കെ ആണെങ്കിൽ നമ്മൾ 4 മണിക്ക് എണിക്കും. അതെ, 4 മണിക്ക് എണിച്ചിട്ടാണ് തൊഴുത്തുനിന്ന് കാളകളൊക്കെ തെളിച്ചാട്ടി പാടത്ത് വയലിലെത്തുക. ഇന്ന് കാളകളില്ലല്ലോ, ഇന്ന് ടില്ലറെല്ലാം യന്ത്രോപകരണമായല്ലോ. പിന്നെ മാത്രമല്ല പ്രായമായി രോഗിയായി. ഇന്ന് നമ്മൾ ഒരു 5-5 എണിക്കും, വിവരങ്ങളൊക്കെ അന്വേഷിക്കും. അത്യാവശ്യമല്ല പതുക്കെ 6 മണിയാകുമ്പോൾ പാടത്തിറങ്ങും, എന്തൊക്കെയാണെന്ന് നോക്കും, പോവും. അത്രയേ ഉള്ളൂ. മക്കളൊക്കെ പാടത്തേക്ക് അല്ല, മക്കളെന്ന് പറഞ്ഞാൽ ഇന്നത്തെ മക്കൾ എന്ന് പറഞ്ഞാൽ പഴയ എല്ലാ ആടെ മക്കളും പോലെ തന്നെ എൻ്റെ മക്കളും പോകും ചിലപ്പൊക്കെ. അത്രയേ ഉള്ളൂ. സത്യം പറഞ്ഞാല് രാമേട്ടൻ കൊണ്ടുനടക്കുന്ന ഒരു പാരമ്പര്യം, അതിന്റെ ഒരു തുടർച്ച എങ്ങനെയാവും എന്നുള്ളൊരു തോന്നലുണ്ടോ? എങ്ങനെ? എനിക്ക് തോന്നുന്നില്ല. പക്ഷേ പിന്നെ ഒരു കാര്യം നോക്കുമ്പോൾ ആളുകൾ ഇപ്പോൾ ഒരു മടങ്ങി വരവ് പ്രതീക്ഷിക്കുന്നുണ്ട് ഞാൻ. എന്തായാലും ആളുകൾ മടങ്ങി വരാൻ സാധ്യതയുണ്ട് എന്നാണ് എൻ്റെ കാഴ്ചപ്പാട്. കാരണം വെള്ളം കൊണ്ട് പൊറുതി മുട്ടുന്നുണ്ട് ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ, നമ്മൾ പല രോഗത്തിൻ്റെ കാര്യത്തിൽ ഒക്കെ. എന്താ കാരണം? ആളുകൾ ചോദിക്കുന്നുണ്ട്, രാമേട്ട ഷുഗറിനെ പറ്റിയ അരി ഏതാ, പിന്നെ മറ്റേ കൊളസ്ട്രോൾ പറ്റിയത് ഏതാണ്, BP എന്ന് വേണ്ട എല്ലാ രോഗങ്ങൾക്കും ഓരോ രോഗത്തിനും ഓരോ അരികൾ ഏതൊക്കെയാണ് എന്തൊക്കെയാണെന്ന് അന്വേഷിക്കുന്നുണ്ട്. മാത്രമല്ല ഇപ്പം ഹരിത വിപ്ലവത്തിൻ്റെ ഫലമായി നമ്മൾ കൂടുതൽ ഉൽപ്പാദനം ഉണ്ടെങ്കിലും അത് കഴിച്ചിട്ട് രോഗിയായി എന്നുള്ളത് ആളുകൾക്കൊരു സ്ഥലത്ത് കൃഷി ചെയ്തൂടെ? കുറച്ചും കൂടി സ്ഥലം പാട്ടത്തിനെടുത്ത് ചെയ്യാന്ന് പറഞ്ഞാൽ എനിക്ക് ആവശ്യത്തിൽ ഇതുണ്ടല്ലോ. പിന്നെ ഒരു വ്യവസായ അടിസ്ഥാനത്തിൽ ഞാൻ ചെയ്തിട്ടില്ല. കാരണം ഒരു വിൽപ്പന പ്രകാരം ഞാൻ ചെയ്തില്ല. ബാക്കി ചെയ്യുന്നതായിട്ടേ കൊടുക്കുള്ളൂ. അത്രേ ഉള്ളൂ. കാരണം ചെയ്യാൻ പറ്റാത്തതുകൊണ്ടല്ല, നമുക്കൊന്ന് വിശ്വസിച്ചോളാം. കാരണം ആളുകൾ കിട്ടുമോ ഒന്ന്. രണ്ടാമത് പിന്നെ നമ്മളിത് നല്ല അരിയായിട്ട്, നമ്മൾ ജൈവ അരിയായിട്ട് നമ്മൾ മാർക്കറ്റിംഗ് തുടങ്ങണം. അതിങ്ങനെ തുടങ്ങി ഒരു വിപുലമായിട്ട് കാശെല്ലാം മുടക്കി ചെയ്യുകയാണെങ്കിൽ ഒരു ഇപ്പം നോക്കാം വിജയിക്കോ ഇല്ല. ആരെങ്കിലൊക്കെ വന്നു കഴിഞ്ഞാൽ അതൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. ആരെങ്കിലും വന്നാൽ നിൽക്കാം. പക്ഷേ ഇത് 2 കാര്യമാണ്. ഇത് നഷ്ടം സഹിക്കാനും തയ്യാറാവണം. അതെ 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 അതെ. ഏയ് ഇത് കിട്ടിയാൽ കിട്ടി, പോയാൽ പോയി, അതിലൊക്കെ തയ്യാറായിരിക്കണം. അങ്ങനെയുള്ള ആളെ പറ്റൂ. ഇതാണ് രാമേട്ടന്റെ ആ ഒരു പാരമ്പര്യ വീട് അല്ലേ? 154 വർഷം. അല്ല, മണ്ണ ഈ കുഴി എന്താണെന്ന് ചോദിച്ചാൽ, ഇത് തണുപ്പിന് ഞങ്ങൾ തീയിടും ഒന്ന്. രണ്ടാമത് ഈ തട്ടാണിത്. ഇതിന്റെ മുകളിൽ നെല്ല് പുഴുകിയ നെല്ല് ഇതിന്റെ മുകളിൽ ഇടും. അത് നെല്ലിടുക. അപ്പം ഇവിടെ തീയിട്ട് കഴിഞ്ഞാൽ തീന്റെ ചൂട് കൊണ്ട് നെല്ല് ഉണക്കിയെടുക്കുക. അതെ അതെ, ഉമിയല്ല, വിറകുണ്ടല്ലോ. ഇല്ലെങ്കിൽ ഉമ്മീൻ്റെ കത്തിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇഷ്ടംപോലെ വിറകുണ്ട്. അതെ അതെ അതെ, അവാർഡുകളാണ്. ഇതാണ് പത്മശ്രീ. അതെ, സത്യത്തില് രാവടെ ഇതിലും വലുത് അർഹിക്കുന്നതായിരിക്കാം. എങ്കിലും ഇത് ഒരു വലിയ അടയാളപ്പെടുത്തല. അത് ശരിയാണ്. ഇത് കിട്ടിയപ്പോൾ എന്താ തോന്നിയത്? സത്യം പറഞ്ഞാൽ സന്തോഷം തോന്നി. എന്ന് വെച്ചിട്ട് നമുക്കിപ്പം അങ്ങനെ പിന്നെ ഒരാളെ കാണിക്കാൻ വേണ്ടിയില്ലല്ലോ. സന്തോഷം ഗൃഹത്തിലല്ലേ വെക്കാൻ പറ്റൂ. അത് പുറത്ത് അങ്ങനെ കാണിച്ചുകൂടാലോ. അപ്പം എന്തെങ്കിലും പ്രതീക്ഷയുണ്ടോ ഇങ്ങനെ ഒരു പുരസ്കാരം? അല്ല, അങ്ങനെയൊന്നും എനിക്ക് പ്രതീക്ഷയില്ല. കാരണം എന്ന് പറഞ്ഞാൽ പിന്നെ ഈ പുരസ്കാരത്തിന് വേണ്ടി റെക്കമെൻഡ് ചെയ്യാൻ വേണ്ടി ഉദ്യോഗസ്ഥന്മാർ വന്നിരുന്നു. അവരിത് പിന്നെ റിപ്പോർട്ടൊക്കെ ഉണ്ടാക്കി തയ്യാറാക്കി പോയി. പത്മശ്രീക്ക് വേണ്ടി എന്താ കൊടുക്കുകയാണെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ആവട്ടെ എന്ന് പറയും. അങ്ങനെയാണ് ഇത് റിപ്പോർട്ട് പോയത്. അപ്പോൾ ഈ പത്മശ്രീ പാസ്സാക്കുമ്പോൾ റിപ്പബ്ലിക് ദിനം ആയിട്ട് 25-ാം തീയതി രാവിലെ ഒരു 11 മണി 10-10:30 ആകുമ്പോൾ വിളിക്കുകയാണ് ഡൽഹിയിൽ നിന്ന്. അപ്പം എന്നോട് വിളിച്ചിട്ട് പറയുകയാണ്, ഇങ്ങനെ ഞങ്ങൾ രാമനാണോ എന്ന് ചോദിച്ചത്, വയനാട്ടിലാണോ എന്ന് ചോദിച്ചത്, ചെറുവായിലാണോ എന്ന് ചോദിച്ചത്, എന്താണെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു. അപ്പോൾ അവരാണ് മറുപടി എഴുതുന്നത്, ഞങ്ങളിങ്ങനെ പത്മശ്രീക്ക് വേണ്ടി ശുപാർശ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്, തീരുമാനമായില്ല, വൈകുന്നേരം തീരുമാനമാകൂ എന്ന് പറഞ്ഞു. ശരി, ആയിക്കോട്ടെ, സന്തോഷമുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, ആരോടും പറയൊന്നും വേണ്ട, വൈകുന്നേരത്തേക്ക് വിവരം അറിയിക്കുക, അന്നേരം നോക്കിയാൽ മതി, ഇപ്പം ഒന്നും മുണ്ടണ്ടെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഞാൻ മുണ്ടൊന്നുമില്ലാന്ന് പറഞ്ഞു. അങ്ങനെയാണ് വൈകുന്നേരം 7 മണിയാകുമ്പോൾ ന്യൂസ് വരുന്നത്. അതിൻ്റെ കൂടെ കിട്ടിയ അവാർഡല്ലേ? അതെ അതെ, അതിൻ്റെ ഇവിടെ സർട്ടിഫിക്കറ്റ്. അതാണ് മുറമേൻ്റെ സർട്ടിഫിക്കറ്റ്. അതെ, സത്യം പറഞ്ഞാൽ അവാർഡും ഇതൊക്കെ വെക്കാൻ തന്നെ ഒരു ചെറിയൊരു അതെ അതൊക്കെ വേണ്ടി വരും. ഇനിയിപ്പം വീട് ഒരു മ്യൂസിയം, ഒരു മ്യൂസിയം തന്നെ വേണ്ടി വരും. കാരണം ഇവിടെ ഇത്രയും
സ്ഥലപരിമിതിയുടെ അതെ 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 അതെ. അപ്പോൾ ഇതിനൊക്കെ ഒരു സ്ഥലമൊക്കെ വേണം, ഒരു ചെറിയൊരു ഉണ്ടാക്കണമെന്നുണ്ട് മനസ്സുകൊണ്ട്, ചെറുതായിട്ടൊന്ന് വെച്ചിട്ട് മ്യൂസിയം പോലെ ഒരേ മ്യൂസിയം പോലെ. തലമുറയ്ക്ക് ഇതൊക്കെ ഇതിങ്ങനെ വെച്ചുകൊണ്ടിരുന്നാൽ ഇത് മുഴുവൻ ചിലപ്പോൾ ചെതലെടുക്കുമോ. ഇതൊക്കെ ഇതൊക്കെ തൊട്ടാ വീഴും. ഇതാണ്ടോ, ഇതാടുതാ ഇതാടുന്നാ തൊട്ടാ വീഴും. അത് അങ്ങനെ ടെമ്പററി അത്. അതൊക്കെ മാറ്റി വേണ്ടി വെക്കേണ്ടി വരും. ഇതൊക്കെ വെക്കേണ്ടി വരും. ഇതൊക്കെ അകത്തൊക്കെ ഉണ്ട്, വെക്കണം. നെല്ല് അവിടെ ഉണ്ട്. ഞാൻ പറഞ്ഞു, ഞാൻ അവർ കുറച്ചൊക്കെ മുഴുവൻ എടുക്കാൻ കഴിയില്ല, ഒന്ന് കാണിക്കാൻ വേണ്ടി നോക്കാം. ഇല്ല, ഇവിടെ കിടക്കാറില്ല, കിടക്കൽ കുറവാ. എന്നാലും മക്കൾ കിടക്കും ഇവിടെ വന്നിട്ട്, ബെറ്റ് ഇതിൻ്റെ മുകളിൽ ഇട്ടിട്ട്. ആ അതൊന്നുമില്ല, നല്ല സുഖ കിടക്കാനൊക്കെ. രാമേട്ട ഇത് നമ്മളെ അതെ, ഓരോ നെല്ലിനുള്ള ഇതിപ്പോ ഇങ്ങനെ ഇതുപോലെ ഞാൻ വെക്കുക. ഇതുപോലെ കെട്ടി അകത്ത് വെക്കുന്നത്. ഇത്രത്തെ ഉണ്ടാവുള്ളൂ സംഭവം. അപ്പൊ അതുകൊണ്ട് പിന്നെ സത്യത്തിൽ കൊട്ടയും പട്ടിയൊക്കെ വെക്കാന്ന് പറഞ്ഞാൽ അതുപോലെ കൊട്ട ഉണ്ടാക്കണം. മുള കൊണ്ട് നെയ്തുണ്ടാക്കിയാലേ അത് പണിയാൻ ആരും ഇല്ല ഇപ്പോൾ കൊട്ട ഉണ്ടാക്കാനുള്ള. അപ്പം അതുകൊണ്ടാണ് ഇങ്ങനെ വെക്കുന്നത്. ഇതിപ്പം ജീരകശാല എന്ന് പറയുന്നില്ല, ഇതിപ്പം ജീരകശാലയാണ്. ഇതിപ്പോൾ ഇങ്ങനെ ഇതുപോലെ സ്ലിപ്പ് ഇതിനകത്ത് കിട്ടും. ഏതാണെന്നറിയാം, എനിക്കറിയാൻ വേണ്ടി. ഇതാണ് ജീരകശാല എന്ന് പറയുന്നതാണ്. അതെ അതെ, ഇങ്ങനെ ഓരോന്നൊക്കെ ഉണ്ടാവും. അതിപ്പം അഴിച്ചു നോക്കാം. അഴിച്ചിട് ഓരോന്ന് അഴിച്ചിട്. ഇത് കുറുവ, ഇത് കുറുവയാണ്. ഇത് കുറുവ എടുക്കണോ? ഒന്ന് കാണിക്കാം. ഏതാ രാമേട്ടൻ ഭക്ഷണത്തിന് ഉപയോഗിക്കുന്ന? ഭക്ഷണത്തിന് തൊണ്ടിയാണ്, അത് അകത്തുണ്ട്. അതെ, അത് എടുക്കണോ? ഇല്ല, നമുക്ക് എല്ലാം ജസ്റ്റ് ഒന്ന് കാണാം. ഇത് അരി കുത്തി എടുക്കണോ മില്ലിൽ കൊണ്ടുപോയിട്ട്? അല്ല, ഇത് നമ്മൾ പുഴുങ്ങി ഉണക്കി കുത്തണം. അതെ, അതിപ്പോൾ ഒരു പുഴുക്ക് ഇരുപുഴുക്ക് എന്നൊക്കെ പറയുന്നുണ്ട്. ഒരു പ്രാവശ്യം പുഴുങ്ങുക, 2 പ്രാവശ്യം പുഴുങ്ങുക, അങ്ങനത്തെ ഒരു കണക്കൊക്കെ ഉണ്ട്. അതെ, ശരിക്കും ഇപ്പോൾ രാമേട്ടൻ ഇത്രയും നെല്ല് കൃഷി ചെയ്യുമ്പോഴേ പുറത്തുനിന്നുള്ള അരി ഭക്ഷണം കഴിക്കുമ്പോൾ വ്യത്യാസം ശരിക്കും ഫീൽ ചെയ്യുന്നുണ്ട്. എന്താ വ്യത്യാസം തോന്നുന്നത്? അതായത് നമുക്ക് രുചിക്ക് വ്യത്യാസമുണ്ട്. അതായത് നമ്മൾ കുത്തരി കഴിച്ച് ശീലിച്ചല്ലേ ഇവിടുത്തെ. അതുകൊണ്ട് പിന്നെ ടൗണിൽ പോയിട്ടോ അല്ലെങ്കിൽ പിന്നെ നമ്മൾ ടൗൺ അരിയോ കഴിക്കാൻ ഞാൻ ഇവരോട് പറയാറുണ്ട്. ഞാൻ കഴിക്കില്ല, ചോദിച്ചേ എനിക്കിഷ്ടമല്ല. അരി ഭക്ഷണം മാത്രമേ കഴിക്കാറുള്ളൂ? അല്ല, അങ്ങനല്ല, കുത്തരി കഴിക്കുള്ളൂ. ടൗണിലുള്ള അരി റേഷൻ അരി കഴി കുറവാ. ഗത്യന്തരം ഇല്ലെങ്കിൽ മാത്രമേ അത് കഴിക്കും. ഇവിടെ നിന്ന് മാറി വയ്ക്കുമ്പോൾ മാത്രമാണ് കഴിക്കേണ്ടി വരും. അതിനകത്തുള്ളൂ, ബാക്കിയൊന്നും കഴിക്കില്ല. ഇതാണ് നമ്മൾ കുറുവ എന്ന് പറയുന്നില്ല, ഇത് കുറുവയാണ്. ഒക്കെ തനി ജൈവനാണ്. അതെ അതെ, രാസവളം ഒട്ടും ഒന്നുമില്ല. എന്നാ നോക്കി ഇതൊക്കെ എടുത്തിട്ട് ഇതിലേക്ക് ജൈവവളം എങ്ങനെയാ? പശുവിന്റെ ചാണകം. അതെ, പശുവിന്റെ ചാണകം, പിന്നെ ചപ്പ് ഇതൊക്കെയാണ്. അതൊക്കെ മാറ്റും. ഇത് ഗന്ധകശാലയാണ്. വേവിക്കുമ്പോഴാണ് മണം. അതെ, വേവിക്കുമ്പോഴേ മണം വരുള്ളൂ. ഇത് ഗന്ധകശാലയാണ്. തിളച്ച് കഴിയുമ്പോൾ നല്ല മണം വരും. അതുകൊണ്ട് അല്ലാതെ ജീരകശാല, 2 3 അല്ലേ, ജീരകശാല, ഗന്ധകശാല, മുള്ളൻ കൈമ, ഇതൊക്കെയാണ് വേവിക്കുമ്പോൾ മാറ്റുന്നത്. മണം രക്തശാലി ഇതൊക്കെ ഉണ്ട്. അതൊക്കെ വളരെ മെഡിസിനൽ. സത്യത്തില് ഇതെല്ലാം നമുക്ക് ഒന്നും കൂടിയൊക്കെ ഒരു അടയാളപ്പെടുത്തുന്ന തരത്തിലേക്ക് വേണ്ടതാണ്. ചെറിയ മ്യൂസിയം ഒക്കെ വെച്ച് ഓരോ നെല്ലിനങ്ങളുടെ ഇതും. അല്ല, അതിന് നമ്മൾ ഗവൺമെന്റ് ആണ് ഇതിന് മുൻകൈ എടുക്കേണ്ടത്. നിങ്ങളുടെ കളമറിയല്ലേ? അതായത് സർക്കാർ തലത്തിലാണ് ഇത് വേണ്ടത്ര സംരക്ഷണവും പ്രചരണവും ഒക്കെ സംരക്ഷണം കൊടുക്കേണ്ടതും അതിൻ്റെ മറ്റ് ബാധ്യതകൾ മുഴുവനും അത് ആ ചെയ്യുന്ന ആളുകൾക്ക് എങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ ബാധ്യത വരുന്നത്, അതിനൊക്കെ എന്തൊക്കെയാണ് ഞങ്ങളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവേണ്ടതെന്ന് അവരിൽ നിന്നാണ് വരേണ്ടത്. അത് സർക്കാരിൽ നിന്ന്, ഗവൺമെന്റിൽ നിന്ന് അവരാണ് വരേണ്ടത്. അല്ലാതെ നമ്മൾ നാട്ടുകാർ എത്ര പരിശ്രമിച്ചിട്ട് കാര്യമില്ല. ഇപ്പൊ പ്രതീക്ഷിക്കാനുള്ള ഭാഗമുണ്ട്. കാരണം വയനാട്ടുകാരനാണ് കൃഷിമന്ത്രി. അല്ല, അതെ, ജിക്ക് വയനാട്ടുകാരനാണ്. ഞങ്ങൾ വലിയ കൂട്ടുകാരാണ്, വലിയ കമ്പനിയാണ്, മനസ്സിലല്ലേ? അതൊക്കെ ഓക്കെയാണ്. പക്ഷെ എന്ന് വെച്ചിട്ട് പിന്നെ എനിക്ക് വ്യക്തിപരമായിട്ടൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. അവർക്ക് വ്യക്തിപരമായിട്ട് അങ്ങനെയല്ലല്ലോ പ്രതിജ്ഞ ചെയ്യുന്നത്. കാരണം അങ്ങനെയല്ല, ഈ ഒരു കാർഷിക ഇനങ്ങളുടെ അല്ല ഒരു പിന്തുടർച്ച അടുത്ത തലമുറയ്ക്ക് വേണ്ടി. പിന്നെ അത് സിദ്ധിക്ക് മാത്രം വിചാരിച്ച് കിടക്കും. നിയമസഭ എന്ത് ചെയ്യണം? അതിൻ്റെ നിയമം തന്നെ പാസ്സാക്കണം. നിയമസഭ നിയമം പാസ്സാക്കി അത് എങ്ങനെയാണ് വേണ്ടത് എന്ന് കൃഷിക്കാരൻ എന്ന് പഠിച്ച് നിയമസഭയിൽ വെച്ച് പാസ്സാക്കി നടപ്പിലാക്കണം. അങ്ങനെ നടക്കുള്ളൂ. അല്ലാണ്ടെന്ന് പറഞ്ഞാൽ കൃഷിമന്ത്രിയല്ലേ, അയാൾക്കാണ് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞാൽ. രാമേട്ടന് ഏതെങ്കിലും ഒരു സമയത്ത് ഒരു അയ്യോ ഞാൻ എൻ്റെ ഒരു ഇത് കഴിഞ്ഞാൽ ഇതൊക്കെ എങ്ങനെയാവുന്നൊരു തോന്നൽ വരുന്നുണ്ടോ?
അല്ല നെല്ല് പൊതുവെ എൻ്റെ മനസ്സിലുണ്ടാവുമല്ലോ, സ്വാഭാവികമായിട്ടുണ്ടാവുമല്ലോ. കാരണം ഇതൊക്കെ ആരെ ഇനി നോക്കുക, ആരെ സംരക്ഷിക്കുക എന്നൊക്കെ. അല്ല ഞാൻ തന്നെ പലപ്പോഴും ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, എല്ലാം വിട്ടുകളയാണ് നമുക്ക്. ചിലപ്പോൾ ഞാൻ തന്നെ എൻ്റെ മനസ്സിൽ തന്നെ വരാൻ തുടങ്ങിയിട്ടുണ്ട്. കാരണം ഇത് ഞാൻ ഒറ്റയ്ക്ക് എന്തിനാണ് ഇതിന് പാടുപെടുന്നത്? സാമ്പത്തികമായും ശാരീരികമായും എല്ലാം ഞാൻ നഷ്ടം സഹിച്ചുകൊണ്ട് എന്തിനാണ് ഞാൻ ഇത് കൊണ്ടുപോകുന്നതെന്ന് ചിലപ്പോൾ തോന്നാറൊക്കെ ഉണ്ട്. അതെ, സത്യത്തിൽ ഈ അവാർഡൊക്കെ കൊടുക്കുന്നവർ ഈ കാര്യങ്ങളൊക്കെ കുറച്ചുകൂടി ഗൗരവത്തിലെടുക്കണം. അവാർഡ് കൊണ്ട് മാത്രം ഒരു പക്ഷേ ഈ നെല്ലിനങ്ങളും ഇത്തരം പാരമ്പര്യ അറിവുകളൊന്നും അടുത്ത തലമുറയ്ക്ക് എത്തണമെന്നില്ല. അപ്പോൾ അതിനൊക്കെ അവാർഡ് കൊടുക്കുന്നതിനേക്കാൾ വലുതായിട്ട് ഇത് എങ്ങനെ അടുത്ത തലമുറയിലേക്ക് എത്തും എന്ന കാര്യത്തിലൊരു കൃത്യമായ തീരുമാനം എടുക്കുക എന്നുള്ളതാണ് വേണ്ടത്. തീരുമാനം എടുത്ത് പിന്നെ സഹായങ്ങളും വേണം. തീരുമാനം എടുത്തിട്ട് സഹായങ്ങൾ. എന്നാലേ അവരെ നിരുത്സാഹപ്പെടുത്താതെ അവരെ സന്തോഷകരമായി ശാരീരികമായി സാമൂഹികമായി അവരെ പിന്നെ ഉണർത്തിക്കൊണ്ടിരണം. അതായത് ഓരോ വർഷവും ഇത് കൃഷി ചെയ്ത് എല്ലാ വർഷവും ഇത് കൃഷി ചെയ്ത് തുടർച്ചയായി കൊണ്ടുപോകുന്നൊരു ഉറപ്പ്. അതെ, ഉറപ്പുണ്ടാവണം. അതാണ് വേണ്ടത്. ഒരു എഗ്രിമെന്റ് വേണം. ഇത് കൃഷി ഇത്രയും ഇനം കൃഷി ചെയ്ത് ഇത് നശിക്കില്ല അല്ലേ എന്ന് ഒരു ഉറപ്പ് വരുത്തണം. എനിക്ക് ഇതൊക്കെ ഒരുപാട് കഷ്ടപ്പെട്ടില്ല ഇത്രയും ഇനങ്ങളൊക്കെ. പിന്നെ എന്താണെങ്കിലും അടുത്ത ഓണാകുമ്പോഴേക്കെങ്കിലും അങ്ങനെ ഒരു നല്ല തീരുമാനം വരട്ടെ എന്ന് ആഗ്രഹിക്കാം അല്ലേ? ശരി. എന്തായാലും ഓണക്കാലാണ്, നമുക്ക് സ്നേഹത്തോടെ ഒരു ഓണക്കോടി. ആയിക്കോട്ടെ. അങ്ങേക്ക് ഒരുപാട് അവാർഡുകൾ ഇതൊക്കെ കിട്ടിയെന്ന് അറിയാം. എന്നാലും ഇത് ഞങ്ങളൊരു സ്നേഹം, ഞങ്ങളൊരു സന്തോഷം. അങ്ങ് പറഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിലുണ്ട്. അത് യാഥാർത്ഥ്യമാക്കാൻ എന്ത് ചെയ്യാമെന്നുള്ള കാര്യത്തിൽ നമ്മൾ ആത്മാർത്ഥമായിട്ടുള്ള പരിശ്രമം നടത്തുന്നത് മാത്രമാണ് അങ്ങേക്ക് ഉറപ്പ് തരാൻ കഴിയുന്ന. ഈ ഒരു ഉദ്യമത്തിൽ അങ്ങ് ഒറ്റയ്ക്കാവില്ല. അതില് ന്യൂസ് 8ന്റെ എല്ലാ പിന്തുണയും സഹായം അങ്ങേക്ക് ഉണ്ടാവും. കാരണം ഇത് അടുത്തൊരു തലമുറ. അല്ല, തീർച്ചയായിട്ടും ന്യൂസ് 8ന്റെ എല്ലാ പിന്തുണയും മാത്രമല്ല, ഇത് ലോകത്തോട് വിളിച്ചു പറയേണ്ട കടമ നിങ്ങളുടേതാണ്. അപ്പോൾ എന്തെല്ലാം വിളിച്ചു പറയേണ്ടതും എങ്ങനെ വിളിച്ചു പറയണം എന്ന് നിങ്ങളുടെ മനസ്സിലും നിങ്ങളുടെ പിന്നെ ഹൃദയത്തിനാണ് ഉണ്ടാവേണ്ടത്. അതെ, എന്താണെങ്കിൽ ഇത്രയും സമയം നമ്മളൊപ്പം ചെലവഴിക്കാൻ മാറ്റി വെച്ചതിന് വലിയ നന്ദി. വീണ്ടും കാണാം. അതുവരെ സന്തോഷമായിരിക്കും. ആയിക്കോട്ടെ. ശരി.